സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. കേരളം, തമിഴ്നാട്, പുതുച്ചേരി ഒറ്റഘട്ടമായിരിക്കും ഇവിടങ്ങളിലെ വോട്ടെടുപ്പ് എന്നുള്ള വിവരങ്ങൾ തന്നെ നേരത്തെ പുറത്തുവരുന്നുണ്ട്. ബംഗാളിൽ 4 or 5 ഘട്ടമായി വോട്ടിംഗ് നടക്കുമെന്നുള്ള വിവരങ്ങളാണ്. ഇന്നോ നാളെയോ ആയി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള സൂചനകളായിരുന്നു. ഈ SIR-മായി ബന്ധപ്പെട്ട് നടത്തിയ മുന്നൊരുക്കങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ചുകൊണ്ട് വിവരങ്ങൾ തിരക്കുകയും അത് തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള കാര്യങ്ങളായി വിലയിരുത്തുകയും ചെയ്തിരുന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നതിൽ നിന്ന് ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ വരികയാണ്. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് തീയതി കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കേണ്ടത്. അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന സൂചന ബലപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? ജിൽസി, 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്നോ നാളെയോ പ്രഖ്യാപിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വിവരങ്ങൾ പുറത്തു വന്നത്. എന്നാൽ ഇന്ന് തന്നെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള ആ സൂചനകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. എനിക്ക് പിന്നിലായി കാണുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസ്. ഈ കമ്മീഷന്റെ ഓഫീസിൽ വെച്ചിട്ടായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിന് മുമ്പായിട്ടുള്ള ചില യോഗങ്ങൾ കൂടി ഇന്ന് രാവിലെ ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും 3 മണിക്കോ 4 മണിക്കോ ആയിരിക്കും ഇതിന്റെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ ഉണ്ടാവുകയെന്നാണ്, ആസ്ഥാനത്തുണ്ടാവുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. കേരളം, തമിഴ്നാട്, പുതുച്ചേരി സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക. ബംഗാളിൽ 4 or 5 ഘട്ടമായിട്ടായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. കഴിഞ്ഞ തവണ ബംഗാളിൽ 8 ഘട്ടമായിട്ടായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. അത് 5 ഘട്ടമായി ചുരുക്കാനായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അസമിൽ 3 ഘട്ടമായും വോട്ടെടുപ്പ് നടക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ പ്രതീക്ഷയോട് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നണികൾ കാണുന്നത്. കാരണം വലിയ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ BJPക്കും എല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ പ്രതീക്ഷ മുന്നണികൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ പ്രഖ്യാപിക്കാനായിട്ട് ഇരിക്കുകയാണ് മുന്നണികൾ. നേരത്തെ അസമിലെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് 2 ഘട്ടമായി പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ പട്ടിക ഇതുവരെയും കോൺഗ്രസോ BJPയോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ പട്ടിക പ്രഖ്യാപിക്കാനായിട്ടാണ് മുന്നണികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എപ്പോഴായിരിക്കും ഈ വാർത്താ സമ്മേളനം എന്നുള്ള വിവരം ഉടൻ തന്നെ പുറത്തു വരുമെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. 3 മണിക്കോ 4 മണിക്കോ. അതായത് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കും. അതിനപ്പുറത്ത് ഒരു April 15 മുതൽ 30 ഒരു സമയത്ത് അത് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള, വോട്ടെടുപ്പ് നടക്കാനുള്ള സാധ്യത, മെയ് ആദ്യവാരം ഫലപ്രഖ്യാപനം എന്നിങ്ങനെയുള്ള ഒരു വിവരങ്ങളാണോ നമുക്കിപ്പോൾ ലഭിക്കുന്നത്? മറ്റു ചില അവധികൾ കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു സമയത്ത് ഈ പട്ടിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് വോട്ടെടുപ്പ് നടത്താനുള്ളൊരു നടപടിയായിരുന്നു കമ്മീഷന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നത്. അതനുസരിച്ചുള്ള ഒരു പ്രഖ്യാപനമായിരിക്കും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ഈ വിഷുവും വേനൽ എന്നിവ പരിഗണിച്ചുകൊണ്ട് April 15-നും 30-നും ഇടയിൽ വോട്ടെടുപ്പ് നടന്നേക്കുമെന്നുള്ള സൂചനകളായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് പുറത്തു വന്നത്. അതനുസരിച്ചുകൊണ്ടുള്ള ഒരു തീയതി പ്രഖ്യാപനം തന്നെയായിരിക്കും കമ്മീഷന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുക. കേരളവും ബംഗാളും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടെത്തി നിലവിലത്തെ സ്ഥിതിയൊക്കെ വിശകലനം ചെയ്തിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി വിവിധയിടങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളെ സന്ദർശിക്കുകയും വികസന പദ്ധതികൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസത്തോടുകൂടി പൂർത്തിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്നോ നാളെയോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക. അതുകൊണ്ട് കമ്മീഷൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇന്ന് രാവിലെ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു യോഗമുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ആ യോഗത്തിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉണ്ടാവുക. ആ വാർത്താ സമ്മേളനത്തിൽ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയും എത്ര ഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ് നടക്കുക, ഒപ്പം ഫലപ്രഖ്യാപനം എന്നായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പുറത്തുവിടുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെയോടുകൂടി ഒരുപക്ഷെ 10 മണിക്ക് ശേഷമായിരിക്കും വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങൾ പുറത്തു വരിക എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്.